66 വയസ്സുള്ള വൃദ്ധയായ ഫാത്തിമയ്ക്ക് 35 വർഷം മുമ്പ് ഭർത്താവ് വില നൽകി വാങ്ങിയതാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 3 സെന്റ് ഭൂമിയും ഈ കൊച്ചു വീടും. 17 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. മരിക്കുന്നത് ഈ വീട്ടിൽ കിടന്ന് തന്നെ ആകണമെന്നാണ് ഫാത്തിമയുടെ ശേഷിക്കുന്ന മോഹം. സമീപത്തെ എല്ലാ ഭൂമിയും വാങ്ങിയ ആളിന് തന്റെ ഭൂമി കൈമാറാൻ അതുകൊണ്ട് തന്നെ ഫാത്തിമ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് കയ്യൂക്കിന്റെ ബലത്തിൽ നിയമത്തെ നോക്കുകുത്തിയാക്കി ഫാത്തിമയുടെ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തി ഇപ്പോൾ മതിൽ കെട്ടിയിരിക്കുന്നത്. എൻ്റെ വീട് പൊളിഞ്ഞ് നേരാക്കണം, എനിക്കെൻ്റെ മതിൽ വിട്ടും കിട്ടണം. ഈ 3 സെൻറ്റ് സ്ഥലമുള്ളൂ, അതെനിക്ക് കേടില്ലാതെ കിട്ടണം. അത് ഓഫീസർ വന്ന് അളന്നതാണ്, അത് എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ പിന്നെ വീട് പോലെടുത്തോട്ടെ, നമ്മളെന്തിനാപ്പോൾ ഇതായിട്ടിരിക്കണു. സംഭവം വിവരിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ ഫാത്തിമ റവന്യൂ അധികാരികളെയും പോലീസിനെയും പരാതിയുമായി സമീപിച്ചു. സ്ഥലമളന്ന വില്ലേജ് ഓഫീസർ ഫാത്തിമയുടെ ഭൂമി കയ്യേറ്റ വിധേയമായതായി കണ്ടെത്തി. പക്ഷേ ഇതുവരെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ മാത്രം ഉണ്ടായിട്ടില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഫാത്തിമയുടെ വീട് ഒരു സംഘം എതിർകക്ഷിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയും പരാതി പിൻവലിച്ചില്ലെങ്കിൽ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീടിൻ്റെ 4 പുറവും കുത്തിപ്പൊളിച്ചിക്കണം. കംപ്ലൈന്റ് കൊടുത്ത് അവരാരും വന്നിട്ടില്ല. എന്തു തന്നെയായാലും ഭർത്താവിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ ഭൂമിയിൽ നിന്ന് പടിയിറക്കമില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഈ വൃദ്ധ. അതുകൊണ്ട് തന്നെ വൈകിയ വേളയിലാണെങ്കിലും നീതി തന്നെ തേടിയെത്തുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ആർ രാധാകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്, മലപ്പുറം.